മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സയ്യിദ് ആബിദ് അലി യുഎസിൽ അന്തരിച്ചു. ദീർഘകാലമായി അസുഖബാധിതനായിരുന്ന അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. കാലിഫോർണിയയിലെ ട്രാസയിലാണ് താമസിച്ചിരുന്നത്. മൻസൂർ അലി ഖാൻ പട്ടൗഡി, എം.എൽ. ജയസിംഹ, അബ്ബാസ് അലി ബെയ്ഗ് എന്നിവർക്കൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹൈദരാബാദ് സംഘത്തിൻ്റെ ഭാഗമായിരുന്ന ആബിദ് അലി 1967 ഓസ്ട്രേലിയക്കെതിരെ അഡലെയ്ഡ് ടെസ്റ്റിലൂടെയാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി അരങ്ങേറിയത്. ആദ്യ ഇന്നിംഗ്സിൽ 55 റൺസ് വഴങ്ങി 6 വിക്കറ്റ് എടുത്ത അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച ബോളിംഗ് പ്രകടനവും അതുതന്നെയായിരുന്നു. അതേ പരമ്പരയിലെ സിഡ്നി ടെസ്റ്റിൽ 78.81 എന്നിങ്ങനെ സ്കോർ നേടി അദ്ദേഹം തൻ്റെ ഓൾറൗണ്ട് മികവും തെളിയിച്ചു. 29 ടെസ്റ്റുകളിൽ നിന്ന് 1018 റൺസും 47 വിക്കറ്റുകളുമാണ് കരിയർ സമ്പാദ്യം. മീഡിയം പേസറായിരുന്ന അദ്ദേഹം ഒരേ മത്സരത്തിൽ തന്നെ ഇന്ത്യക്കായി ബോളിംഗും ബാറ്റിംഗും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മികച്ച ഫീൽഡറായിരുന്നു. 1971 അജിത് വഡേക്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര ജയിച്ചപ്പോൾ ടീമിലുണ്ടായിരുന്നു ആബിദ് അലി. 1975 ഏകദിന ലോകകപ്പിൽ 3 മത്സരം കളിച്ച അദ്ദേഹം ന്യൂസിലൻഡിനെതിരെ 92 പന്തിൽ 70 റൺസ് എടുത്ത് തിളങ്ങി. വിരമിച്ചതിന് ശേഷം ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, മാലദ്വീപ്, ഒമാൻ ടീമുകളുടെ പരിശീലകനായി.